മിണ്ടായിരിക്കടാ. ഒരു പ്ലാൻ ഉണ്ട്. അവൻ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്ന് കണ്ടുപിടിക്കണ്ടേ? ആ ഇപ്പൊ കണ്ടുപിടിച്ചു തരാം. ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നാ മതി കേട്ടോ. ആ ഞാൻ പോവാട്ടോ. പോയി കിടക്കണം. ചേച്ചി അളിയൻ ഇവിടെ ഇല്ല. ആ നേരത്തെ ചേച്ചിയെ തപ്പി 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 ആ പാറമട്ട സൈഡിലോട്ട് പോകുന്നുണ്ടായിരുന്നു. ചേച്ചി അങ്ങോട്ടും പോയി കാണുമെന്നും പറഞ്ഞോണ്ട് മിക്കവാറും ഇപ്പൊ തിരിച്ചറിയേണ്ട സമയമായി. കുറെ നേരമായി പോയിട്ട്. കുറച്ചു നേരമായി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തിരിച്ചറിയേണ്ട സമയമായിട്ടുണ്ടാവും. തൊണ്ട അമ്മുമ്മേ, ഞാൻ ഇറങ്ങുവാണേ. ആ പിന്നെ പറയാം. അമ്മുമ്മേ, ഞാൻ ഇറങ്ങുവാട്ടോ. ഞാൻ ഇവിടെ നിൽക്കുമല്ലയോ, നീ ഇറങ്ങുവാന്ന് പറയുന്നത്. നീ ഇന്ന് തെങ്ങിന്റെ കണ്ടലാന്ന് ഇരിക്കുന്നേ. ഞാൻ പോവാ. നീ എല്ലാരെയും വിളിച്ചു പോയിട്ട് നീ അവിടെ പോവാ? ഫ്രണ്ടിന്റെ വീട്ടില്. എടാ, ഞാൻ ഈ വിളിച്ചു പോകുന്ന വിളിയില് അവൻ കേട്ട് കാണില്ല. ഉറപ്പായിട്ടും കേട്ടോ. നീ സിദ്ധുവിനെ കണ്ടായിരുന്നോ? ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഞാനിപ്പോ ഈ കടന്ന് വിളിച്ച വിളിയുണ്ടല്ലോ, അത് അവൻ കേട്ട് കാണും. അതുകൊണ്ട് ഇപ്പൊ വരും. നിന്നെ അന്വേഷിച്ച സിദ്ധു അവിടെ എവിടെയൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എന്റെ പൊന്നമ്മ പ്രശ്നമല്ല. അളിയൻ സ്നേഹം കാരണം ചേച്ചിയെ വീർപ്പൂട്ടിക്കുകയാണ്. എന്റെ അമ്മൂമ്മ എന്താ സംഭവം എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ എവിടെ തിരിഞ്ഞാലും എന്റെ കൂടെ ഉണ്ട്. അത് നിങ്ങളുടെ അപ്പൂപ്പനും പണ്ട് അങ്ങനെ ആയിരുന്നു. എന്നെ എങ്ങോട്ടും തിരിയാൻ സമ്മതിക്കത്തില്ലായിരുന്നു. എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. ഇത് അതുപോലെ അല്ലെന്നേ. ഇത് മനുഷ്യനെ ഒരു സ്ഥലത്തേക്കും വിടുന്നുമില്ല. എവിടെ പോയാലും പുറകെ ഉണ്ട്. ഇങ്ങനെ പുറകെ നടന്ന് വീർപ്പ് മുട്ടിക്കുക. അതൊരു കരുതൽ നല്ലതല്ലേ എപ്പോഴും? എന്റെ അമ്മൂമ്മ എപ്പോഴും ഇത് അത്ര രസമുള്ള പരിപാടിയൊന്നുമല്ല. ഒരു പരിധി വരെ ഓക്കെയാണ്. അത് കഴിയുമ്പോഴത്തേക്കും മനുഷ്യന്റെ കയ്യിൽ നിന്ന് പോകും. അല്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ആഹാ, ലെച്ചൂസ് ഇവിടെ നിൽക്കുമായിരുന്നു. ഞാനിത് എവിടേക്ക് തുപ്പി? അല്ല, ലെച്ചൂസ് റെഡി ആയിട്ട് എങ്ങോട്ടാ പോണേ? ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നു. ഫ്രണ്ടിനെ കാണാൻ പോവാ? എങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഇത് ലേഡീസ് ഉള്ളി പരിപാടിയാ. ലേഡീസ് ഉള്ളി പരിപാടിയാ? എന്നാലും കുഴപ്പമില്ല, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പോയിട്ട് വരാം. പോടാ ബാബുവാ. അല്ല, നീയല്ല പറഞ്ഞ എന്നെ അവിടെ ആക്കിയിട്ട് നിനക്ക് അവിടെ നിന്ന് എങ്ങോട്ടോ ടൗൺ ഹാളിലോട്ടൊക്കെ പോവാനുണ്ടെന്ന്. ഞാൻ കൊണ്ടുപോയാക്കളിയാ. അത് ശരി. അപ്പൊ അളിയൻ കൊണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, ഞാൻ കൊണ്ടാക്കിയ അതിലൊക്കെ പ്രശ്നം അല്ലേ? ഇവൻ എന്തായാലും ടൗൺ ഹാളിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ ആ കൂട്ടത്തിൽ എന്നെ ഇവനാക്കാന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാ. നീ ലെച്ചൂസിനെ ആക്കുക അല്ലേ? ആളെയാ, എന്തായാലും ടൗൺ ഹാൾ വരെ എനിക്ക് പോകണ്ടേ. ഇങ്ങനെ വാ അളിയാ, ഞാൻ നിനക്ക് കാശ് തരാം. അളിയനെ ഓട്ടോ വിളിച്ച് പോയാ മതി കേട്ടോ. ഞാനേ എന്തായാലും ടൗൺ ഹാൾ വരെ പോണ്ടേ. പിന്നെ പോണമെങ്കിൽ ഇപ്പൊ ചേച്ചി അവിടെ കൊണ്ട് ആക്കിയിട്ട് അങ്ങ് അതുവഴി അങ്ങ് പോവാല്ലോ. അത് വേണ്ടത്, ഞാൻ ലെച്ചൂസിനെ ഡ്രോപ്പ് ചെയ്തോളാം. ചേട്ടാ, ഇതൊന്നൊരു കഷ്ടം. ഞാൻ പറഞ്ഞില്ല ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാന്ന്. ഞാൻ കൊണ്ടുവിടാന്ന്. ശല്യാണല്ലോ. എങ്ങനെ? ലെച്ചൂസ് ഇപ്പൊ എന്താ പറഞ്ഞേ? ഭയങ്കര ശല്യാണല്ലോ. ഞാനിപ്പോ നിനക്ക് വലിയ ശല്യമായല്ലേ? അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലല്ലോ നിനക്ക്. ബോധമില്ലാത്തവനുമായി മക്കളെ, എന്തോന്ന് വെച്ച കാര്യം പറഞ്ഞെന്ന്. എന്റെ പൊന്നമ്മ, ഞാനിപ്പോ ഇവിടെ പോകുന്നിടത്ത് കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതൊന്നും അല്ല അമ്മമ്മ. ഈ ചെറുക്കുണ്ടല്ലോ രാവിലെ തൊട്ട് എന്റെ പുറകെ നടക്കുക. ഞാൻ അലക്കാൻ പോയാ അവിടെ, അടുക്കളയിൽ കയറിയാ അവിടെ. എന്തിനു? ഞാനൊന്ന് തുമ്മിയ പോലെ എന്റെ കൂടെ തുമ്മു അമ്മൂമ്മ. അത് നല്ലതല്ലേ, സ്നേഹം കൊണ്ടാ. അതങ്ങ് വിട്ടുകളാ. സ്നേഹം കൊണ്ട് ആണോ സിദ്ധു? ഞാൻ കൊണ്ടുവിടാം. എന്റെ പൊന്നളി ഉള്ള കാര്യം പറഞ്ഞോണ്ടാ. എന്ത്? നേരത്തെ ഫോൺ വിളിച്ചപ്പോ എന്തോ സംസാരിച്ചോണ്ട് അത് പറ. അത് ഒന്നുമില്ലടാ. സത്യം പറ, ആരാ ഫോണിൽ വിളിച്ചേ? ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നപ്പോ? ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നപ്പോ ആരും വിളിച്ചു? ആരും വിളിച്ചില്ല. അതൊരു ഊമക്കോളായിരുന്നില്ലേ? എന്തോന്ന് കോള്? ഊമക്കോള്. ഊമക്കോളാ? എന്നെ പറ്റി ആരോ എന്തോ മോശമായിട്ടുള്ള കാര്യം നിന്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് എന്നാ സംശയായി അതിനുശേഷം. അതുകൊണ്ടല്ലേ നീ രാവിലെ തൊട്ട് എന്നെ പുറകെ നടന്നേ? എന്റെ പൊന്നു ലെച്ചൂസ്, അറിയാത്ത കാര്യമൊക്കെ എന്തിനെങ്കിലും പറയുന്നത്? ഇത് അതൊന്നും അല്ല. പൊന്നളിയ അങ്ങനെയാണെങ്കിൽ അളിയ മര്യാദയ്ക്ക് കാര്യം പറഞ്ഞോണ്ട്. അല്ലെങ്കിൽ ഞാൻ വല്ലതും വിളിച്ചാൽ പറയാം. കുറെ നേരം ഞാൻ അവിടെ മിണ്ടാ സഹിച്ചിരിക്കണം. അതെ അമ്മൂമ്മ, ഇന്ന് രാവിലെ എനിക്ക് കോള് വന്നത് കമ്പനിയിൽ നിന്ന്. അപ്പൊ എനിക്ക് അർജന്റ് ആയിട്ട് ഇനി വിയറ്റ്നാമിലേക്ക് പോകേണ്ടി വരും. പിന്നെ അവിടെ നിന്ന് ദുബായിലോട്ടും പോകും. പെട്ടെന്ന് ഇങ്ങനൊരു കോള് വന്നപ്പോ മൊത്തത്തിലാകെ വെപ്രാളായി പോയി. പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടിയില്ല. അപ്പൊ ഞാൻ ഓർത്തു മാക്സിമം ടൈം ലെച്ചൂസിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോ
നീ വിയറ്റ്നാം പോവാ? വിയറ്റ്നാമിൽ നിന്ന് സ്ട്രൈറ്റ് ദുബായ്. പോകുന്ന കാര്യം ഉറപ്പായിട്ടില്ല. എന്റെ പൊന്നളിയ എന്തിനു പരിപാടിയാ കാണിച്ചേ? അളിയൻ തിരിച്ചു പോകുന്ന വരും ലക്ഷ്യത്തിന് നൈസിന് പറഞ്ഞാൽ പോരായിരുന്നോ? ഇത്രയും ടക്കിനെടുത്ത് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എടാ അളിയ പോകുന്ന കാര്യം കൺഫേം ആയിട്ടില്ല. അത് ചിലപ്പോ കമ്പനി എക്സ്റ്റെൻഡ് ചെയ്യും. മണ്ട അടിച്ചാ മുളകും കേട്ടാ. പിന്നെ അങ്ങനെ പറയണ്ടേ? എടാ അളിയ ഇതിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാ? തൂക്ക് ഹോസ്പിറ്റലിലോട്ട്. ചേച്ചി ചേച്ചി